89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്, കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു ടോപ്പിക്ക് ബ്രോഡ് വാസ്റ്റ് എന്നുള്ള ഒരു ടേം ഒക്കെ നമുക്ക് കൊടുക്കാം. കാരണം എത്ര പറഞ്ഞാലും തീരാത്ത, നമ്മൾ എത്ര വേണമെങ്കിലും കേട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ തന്നെ തീർക്കേണ്ട ഒരു കാര്യമാണ്. പുതുതലമുറ ആയിക്കോട്ടെ, വരുന്ന തലമുറ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറ ആയിക്കോട്ടെ, എല്ലാവരും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കണം എന്ന് നമ്മൾ അടിവരയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഉയരയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ കേൾക്കുന്നത്, അറിയുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ചാണ്. ഈ ഒരു പേരൻറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഫാദർ ഡോക്ടർ ജോൺസൺ ജോസഫ്, CST അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫ്രം കെ കോളേജ് മാന്നാനം. അച്ഛാ, വെൽക്കം ടു ദ ഷോ. ഹലോ. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അല്ലേ? അതെ തീർച്ചയായിട്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് പേരൻറ്റിങ് എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേരൻറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയണം, അറിയണം, കേൾക്കണം. അതിൽ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ പ്രധാനമായിട്ട് എന്താണ് ലേറ്റസ്റ്റ് ഈ ഒരു പേരൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും പഠനങ്ങളോ റിപ്പോർട്ടോ എല്ലാം വന്നിട്ടുണ്ടോ നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു ടേമാണ് സൈക്കിൾ ബ്രേക്കിംഗ് പേരൻറ്റിങ് എന്നുള്ളത്. ഈ ഒരു പേരൻറ്റിങ്ങിനോടനുബന്ധിച്ച് കുറേ ടേംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജെൻറ്റിൽ പേരൻറ്റിങ് നമുക്ക് കുറച്ച് നാൾ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. ആൻഡ് ഇപ്പം റീസെൻ്റ്ലി വന്ന ഒരു കാര്യമാണ് സൈക്കിൾ ബ്രേക്കിംഗ് പേരൻറ്റിങ്. എന്താണ് സംഭവം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഉയരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേരൻറ്റിങ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തപ്പെടുന്ന ഒരു മേഖലയാണ്. കാരണം നമുക്കറിയാം, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ടെക്നോളജി അസിസ്റ്റഡ് ഗൈഡഡ് ലോകത്ത് പേരൻറ്റിങ്ങിന് അതിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ പ്രകൃതി നോക്കുമ്പോൾ ചെടികളും അല്ലെങ്കിൽ അതുപോലുള്ള ജീവജാലങ്ങളും എല്ലാം വളരുമ്പോൾ അതിൻ്റെ ശൈശവ ദശയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമ്മൾ ചെടികളാണെങ്കിൽ പോലെ നഴ്സറി എന്ന് പറയാറുണ്ട്. കാരണം അതിൻ്റെ വിത്തിൻ്റെ ഗുണം പോലെ തന്നെ വിത്തിനെ വളർത്തുന്ന നർച്ചറിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ നർച്ചറിങ്ങിന് പ്രാധാന്യമാണ് നേച്ചറിനോടൊപ്പം നർച്ചറിങ്ങിനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതിയോടൊപ്പം അതിൻ്റെ പരിപാലനത്തിന് ഉള്ള വലിയ പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു വിത്ത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചാൽ അത് നല്ലൊരു മരമായി മാറില്ല. അത് അതിനാവശ്യമായുള്ള വളവും പ്രകാശവും ജലവും എല്ലാം ഉള്ള സ്ഥലത്ത് നടുമ്പോൾ, അതിനെ പരിപാലിക്കുമ്പോഴാണ് അത് നല്ലൊരു മരമായിട്ട് മാറുക, അല്ലെങ്കിൽ നല്ലൊരു ഫലവൃക്ഷമായിട്ട് മാറുക. അതുപോലെ തന്നെയാണ് മനുഷ്യപ്രകൃതിയും. പ്രത്യേകിച്ച് മനുഷ്യനൊരു വികാരജീവിയാണ്, മനുഷ്യനൊരു ഭൗതിക ജീവിയാണ്, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്, മനുഷ്യനൊരു ആത്മീയ ജീവിയാണ്. എന്ന് വെച്ചാലും ഇതിൻ്റെ സമഗ്രതയാണ് നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ രംഗത്തുമുള്ള അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് സംഭവിക്കുക അതിനുള്ള പരിപാലനത്തിലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കളരിയായ ഫാമിലി, കുടുംബം, ആ കുടുംബത്തിലെ ആദ്യത്തെ ടീച്ചേഴ്സായിട്ടുള്ള അപ്പനും അമ്മയും അവർ നൽകുന്ന പരിചരണവും അവർ നൽകുന്ന ശ്രദ്ധയും എല്ലാം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വളർത്തുന്ന വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. അപ്പം ജോ സൂചിപ്പിച്ച വിഷയം സൈക്കിൾ ബ്രേക്കിംഗ് പാരൻറ്റിങ് ആണ്. തീർച്ചയായിട്ടും അത് പുതിയ ഒരു വിഷയം തന്നെയാണ്. എന്ന് വെച്ചാൽ മുൻ തലമുറയിൽ നിന്നും കിട്ടിയ നിഷേധാത്മകമായ പെരുമാറ്റങ്ങൾ, മുറിവുകൾ, അവഗണന, അതിക്രമങ്ങൾ, തെറ്റായ ശീലങ്ങൾ എന്നിവയൊക്കെ തുടർന്നു കൊണ്ടുപോകാതെ പുതിയ ആരോഗ്യകരമായ മാതൃക സൃഷ്ടിക്കുന്ന മാതാപിതൃ സമീപനമാണ് ഈ സൈക്കിൾ ബ്രേക്കിംഗ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് അറിയാം, ഒരു തലമുറാന്തര ചക്രം എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷണൽ സൈക്കിൾ ഇങ്ങനെ കുടുംബങ്ങളിൽ നിലനിൽക്കാറുണ്ട്. എന്ന് വെച്ചാൽ കള്ള് കുടിക്കുന്ന ഒരു അപ്പൻ, ആ അപ്പൻ്റെ മകൻ നമ്മൾ ഓർക്കും ഈ പീഡനം എല്ലാം സഹിച്ച് അമ്മയും അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം സഹിക്കുന്ന ഈ ഒരു അവസ്ഥ അവൻ വളരുമ്പോൾ മാറും, അവനൊരിക്കലും മദ്യപിക്കില്ല എന്നല്ല നമ്മൾ ചിന്തിക്കാറ്. പലപ്പോഴും അങ്ങനെയല്ല, അവൻ വളരുമ്പോൾ അവൻ അടുത്ത മദ്യപാനിയായിട്ട് വളരും. അപ്പം അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന, ബഹളം വെക്കുന്ന ഒരു അപ്പനുള്ള അമ്മയുള്ള കുടുംബത്തിൽ വളരുന്ന കുട്ടി അവൻ വലുതാകുമ്പോൾ അവൻ അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുക. അതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. അതിന് ഒത്തിരിയേറെ ന്യൂറോ സൈക്കോളജിക്കലായിട്ടുള്ള റീസൺ തുടങ്ങി, അല്ലെങ്കിൽ അതിന് സാമൂഹികപരമായിട്ടുള്ള റീസൺ, ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പം ഈ ഒരു ചക്രം തകർത്ത് പുതുതലമുറയിൽ നമുക്ക് ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെ പോലെ അമ്മയെ പോലെ ആകില്ല, ഞാനെന്ന
അപ്പൻ, ഞാനെന്ന അമ്മ എങ്ങനെയായിരിക്കും ജീവിക്കുക? ഒരു സ്നേഹമുള്ള അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തും എന്ന് പറഞ്ഞാൽ അവൻ ഒരു ചക്രം ബ്രേക്ക് ചെയ്യാൻ റെഡിയാകുമ്പോഴാണ് ഈ പറയുന്ന സൈക്കിൾ ബ്രേക്കിംഗ് പാരൻറ്റിങ് സംഭവിക്കുക. എനിക്ക് അനുഭവിച്ച ട്രോമാസ് എൻ്റെ മക്കൾ അനുഭവിക്കരുത്, അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ നമ്മളവിടെ ബ്രേക്ക് ചെയ്യുന്നു പാരന്റിങ്ങിൽ, അല്ലേ? അതെ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവനെ ഉണ്ടാക്കപ്പെട്ടുള്ള ആ സോഫ്റ്റ്വെയർ അവൻ്റെ അറിവും അനുഭവമാണല്ലോ. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്രയേറെ ശ്രദ്ധ, അത്രയേറെ തീരുമാനം ഇതിനാവശ്യമാണ്. അതല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ ഇവരും ഇതുപോലെ തന്നെ ഷൗട്ട് ചെയ്യും, ബഹളം വെച്ചും, അല്ലെങ്കിൽ അപ്പൻ കാണിച്ചതിനേക്കാൾ മോശമായിട്ട് ഈ മകൻ അല്ലെങ്കിൽ അമ്മ കാണിച്ചതിനേക്കാൾ മോശം മകൾ കാണിക്കാൻ ഇടവരുന്നു. അതിലൊരു സ്വാഭാവികത കൂടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യാണ് ഈ സൈക്കിൾ ബ്രേക്കിംഗ് പാരന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് സൈക്കിൾ ബ്രേക്കിംഗ് പാരന്റിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുപോലെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കേട്ടറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ പറക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമുക്ക് ഏറ്റവും ബലമായി നിൽക്കുന്നത് നമ്മുടെ പേരൻസ് ആണ്, നമ്മുടെ ഫാമിലിയാണ്. പക്ഷേ ഈ ഫാമിലിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഫാമിലി നൽകുന്ന ചില ട്രോമാസ് ചിലവരുടെ ലൈഫ് ലോങ് ഉണ്ടാവും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കട്ടെ ഒക്കെ അവരെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അതിനെയൊക്കെ എങ്ങനെ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ പേരൻറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞിരിക്കണം തുടങ്ങിയതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഓൺ ഉയരെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഫാദർ ഡോക്ടർ ജോൺസൺ ജോസഫ് CST, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫ്രം K കോളേജ് മാന്നാനം. അച്ഛാ, നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയത് സൈക്കിൾ ബ്രേക്കിംഗ് പാരന്റിങ് എങ്ങനെയാണ്, അത് ഭയങ്കര ഒരു സ്റ്റബോൺ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം, മുന്നോട്ട് ഒരുപാട് ചലഞ്ചസ് ഏറ്റെടുക്കണം മാനസികമായിട്ട്. കാരണം നമ്മൾ ഇത്രയും നാൾ വളർന്നു വന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രോമാസ് നമ്മുടെ അടുത്ത ഫ്യൂച്ചർ ജനറേഷന് കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു മതിൽ അവിടെ വെക്കുകയാണ്. അപ്പം അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ പാരന്റിങ്ങിൽ മൊത്തത്തിൽ കുറേ ചലഞ്ചസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ ചലഞ്ചസ്? അപ്പം ഒരു പേരന്റ് ആവാനായിട്ട് പോകുന്ന അപ്കമിങ് പേരൻസ് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, പേരന്റിങ്ങിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഇതറിയാനായിട്ട് എന്തൊക്കെയായിരിക്കും ഇതിനകത്തുള്ളത്? അതിന് നമ്മൾ ആദ്യമേ കാണേണ്ടത് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്. അപ്പോൾ ആ വെല്ലുവിളിക്ക് തീർച്ചയായിട്ടും അതിനുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുമല്ലോ. ഉദാഹരണമായിട്ട് ഇന്ന് നമുക്ക് ഉള്ള വലിയൊരു ചലഞ്ച്, ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മുമ്പിലുണ്ടാകാം. എന്ന് വെച്ചാൽ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് തന്നെ സ്കൂളുകളിൽ മദ്യപാനം ആരംഭിച്ചിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുക, അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന, നുണ പറയുന്ന, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും കോണ്ടക്ട് ഡിസോർഡേഴ്സും ഒക്കെ ഒത്തിരി കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്തൊക്കെ വെല്ലുവിളികളാണ് പാരൻറ്റിങ്ങിൽ വരിക എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഒന്നാമത്തെ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായുള്ള സമ്പർക്ക കുറവാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും ക്വാളിറ്റി ടൈം കുട്ടികളുമായിട്ട് മാതാപിതാക്കൾ ചെലവഴിക്കുന്നില്ല. അതിന് പല കാരണങ്ങളാകാം. എന്ന് വെച്ചാൽ വർക്കിംഗ് പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന പാരൻസിന് കുട്ടികളുമായിട്ട് വേണ്ടത്ര രീതിയിൽ ബന്ധപ്പെടാനോ സംസാരിക്കാനോ സാധിച്ചെന്ന് വരികയില്ല. അപ്പം അതുപോലെ തന്നെ അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ തുറന്ന ആശയവിനിമയം പുലർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്വാളിറ്റി ടൈം എന്താ? ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, അത് മീനിങ് ഫുള്ളായ അല്ലെങ്കിൽ ഒരിക്കലും ഡിസ്ട്രാക്ഷൻ ആകാത്ത, വൈകാരികമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ബന്ധം ഈ കുട്ടിയുമായിട്ട് ഉണ്ടാവുക. പലപ്പോഴും നമ്മളൊക്കെ കുടുംബത്തിൽ നോക്കിയേ, നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എന്തുമാത്രം നമ്മൾ നേരം സംസാരിക്കാറുണ്ട്. ഒരു കുട്ടിയുമായി സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയുള്ള മുഖത്തോടെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഗൗരവമുള്ള മുഖത്തോടെ ഗൗരവമുള്ള കാര്യം പറയുവാനൊക്കെ നമുക്ക് സാധിക്കാറുണ്ടോ? പലപ്പോഴും നമ്മളിങ്ങനെ വേറെ എവിടെയും നോക്കി, നമ്മൾ പക്ഷേ മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് ഈ വീട്ടിൽ സംസാരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടെ ക്വാളിറ്റി ടൈം ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്ന് വെച്ചാൽ അവിടെ ക്വാളിറ്റി ടൈമിനെ മാറ്റുന്നത് നമ്മുടെ അറ്റൻഷനാണ്, അൺഡിവൈഡഡ് അറ്റൻഷൻ. അപ്പോൾ ഞാനിപ്പോൾ ജോയിയായിട്ട് സംസാരിക്കുമ്പോൾ ജോയിനെയാണ് ഞാൻ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ജോ ചോദിക്കും ഉത്തരം പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേറെ ശ്രദ്ധ ഇവിടെയില്ല. ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മൾ മക്കളോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവൾ എന്താണ് നമ്മൾ സംസാരിക്കുന്നതെന്ന്, അവൻ്റെ വൈകാരികമായ പ്രകടനങ്ങൾ, മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ഒരു വൈകാരിക ബന്ധത്തിലൂടെയുള്ള സംസാരം, ഇതല്ല ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം. അപ്പോൾ എന്ന് വെച്ചാൽ ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം എന്നർത്ഥം. ഈ ഇമോഷണലി കണക്റ്റഡ് ആകുമ്പോൾ
ആ കുട്ടിയുടെ ചിന്തകളെയും ഭാവങ്ങളെയും ഫീലിങ്സിനും ഒക്കെ ഈ മാതാപിതാക്കൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിക്ക് കിട്ടുന്ന വലിയൊരു ബന്ധം അത് നോൺ വെർബൽ ക്യൂസിനെ അറ്റൻഡ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ അതിനിപ്പം പ്രത്യേകിച്ച് എന്താ അറ്റൻഡ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളതായി ചോദിക്കുക. പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാകും. പലപ്പോഴും പല കുട്ടികളും പല കാര്യം പറയണമെന്നുണ്ടെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് കുട്ടി പറയാതെ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ടൈം നമുക്ക് നമ്മുടെ ഭക്ഷണം മേശയിൽ പോലും ആകാം. സമയമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഈവൻ ഒരു വായനയെ പറ്റി നമ്മൾ ഒരുമിച്ച് കുറച്ച് നേരം വായിക്കുന്നു, TV കാണും. ഇതിലെല്ലാം ഈ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഒരാളുള്ള ആ ഒരു ഫീലിംഗ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തിൽ ക്വാളിറ്റി ടൈം ഉണ്ടെന്നുള്ളത് നോക്കിക്കേ. ഒറ്റ വാക്യം നമ്മൾ പറഞ്ഞു നിർത്തിയാലും ഞാൻ എന്തുമാത്രം അതിനെ ഇലാബറേറ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഈ ക്വാളിറ്റി ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതാണ് മുൻകരുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ ഉണ്ടായിരിക്കുക. ഈ സമ്പർക്കക്കുറവിനെ നമ്മൾ പരിഹരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ജോയിക്ക് പറയാൻ സാധിക്കും അല്ലേ, എന്ന് വെച്ചാൽ എന്താണ് ഫോണിൻ്റെ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന സ്ക്രീനിൻ്റെ അമിതമായ ഉപയോഗം. നമ്മൾ കുട്ടികളെല്ലാം ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നും മൊബൈൽ ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണിലുള്ള അമിതമായിട്ട് എല്ലാവരും തലകുമ്പിട്ടുന്നത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പം അതിന് പകരമായിട്ട് സ്ക്രീൻ ടൈം ഒരു കൺട്രോൾ നമ്മൾ വൈകുന്നേരം ഇത്ര സമയം 7 to 8 നമുക്ക് പ്രയർ ടൈമാണ്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അന്നേരം അപ്പനും അമ്മയും ഉപയോഗിക്കാൻ പാടില്ല, കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ കുട്ടികളോട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് ഈ പാരൻസ് ഉപയോഗിക്കുകയും ചെയ്യും. അതൊരിക്കലും പാടില്ല. എന്താണോ അവരോട് പറയുന്നത് നമ്മൾ പാരൻസ് ചെയ്യണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു സ്ക്രീൻ ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു കുടുംബത്തിൽ നടപ്പാക്കി നോക്കി വലിയ വ്യത്യാസമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ പറഞ്ഞ കുടുംബജീവിതത്തിൻ്റെ ആ ബാലൻസ് എന്നുള്ളത്. അപ്പം അത് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന വർക്ക് എൻവയോൺമെൻറ്റും ഫാമിലി എല്ലാമായിട്ട് കൂടിക്കുഴഞ്ഞ് കിടക്കുമായിരിക്കും. ഇതൊരു ബാലൻസ് നമുക്ക് ഉണ്ടാകണം. അപ്പം കുട്ടികളുമായിട്ടുള്ള ഗുണമേന്മയുള്ള സമയം നമ്മൾ ചിലവഴിക്കണം. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ, അപ്പം പാരൻ്റൽ ഡിസിപ്ലിനാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കുട്ടികളെ പറ്റി സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് പാരൻസ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ പാരൻസ് പലപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള അവരുടെ ഡിസിപ്ലിൻ അവർ തീർച്ചയായിട്ടും അവർ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. മറ്റു പ്രധാന പ്രശ്നം നമുക്കറിയാം, കുട്ടികൾ അച്ചടക്ക കുറവാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുടെ ആ ഒരു എണ്ണം വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ കുട്ടികളോട് നോ പറയാൻ അപ്പനും അമ്മയ്ക്കും സാധിക്കുന്നില്ല. കുട്ടികൾ നോ പറഞ്ഞാൽ അവൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ? ഇപ്പം സ്നേഹത്തിനോട് ദാഹിക്കുന്ന അപ്പനെ അമ്മയെ നമ്മൾ കാണുക. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളൊന്ന് ഈ അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ വരുന്ന വിടവ് തന്നെയാണ്. അപ്പം എന്നെക്കാൾ കൂടുതൽ ഈ അമ്മയെ സ്നേഹിക്കുമോ അല്ലെങ്കിൽ അപ്പനെ സ്നേഹിക്കുമോ എന്ന് പേടിക്കുന്ന ദമ്പതികളുള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഒത്തിരിയേറെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇമോഷണൽ ഷെയറിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഈ കുട്ടിയെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു അവസ്ഥ ആയിരിക്കരുത്. കുട്ടിയുടെ മുമ്പിൽ അപ്പൻ പറഞ്ഞത് ശരി അമ്മയ്ക്കും ശരിയായിരിക്കണം, അല്ലെ അമ്മ പറഞ്ഞത് ശരി അപ്പനും ശരിയായിരിക്കണം. ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള ശിക്ഷണം കുട്ടികളിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, സ്നേഹവും പിന്തുണയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പിയർ ഗ്രൂപ്പിന് മുമ്പിലാണ് പലപ്പോഴും മാതാപിതാക്കൾ പതറിപ്പോകുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടീനേജർ ഉള്ള വീട്ടിലുള്ള ഓരോ അപ്പനും അമ്മയും അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ള ഒരേ കാര്യമായിരിക്കും. അവരുടെ കോൺഫ്ലിക്റ്റ് ഒന്നും ഈ അപ്പനും അമ്മയും തമ്മിലുള്ളൊരു വലിയൊരു യുദ്ധം തന്നെയായിരിക്കും കുഞ്ഞുങ്ങളുമായിട്ട്. കാരണം പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു സപ്പോർട്ട് സിസ്റ്റം അവിടെ വരികയാണ്, ഇൻട്രാക്ഷണൽ ഫീൽഡ് വരികയാണ്. അപ്പോൾ അവിടെ അവരുടെ വാല്യൂ സിസ്റ്റം തന്നെ മാറുക. ഇൻഡിപെൻഡൻസ് പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് സ്നേഹബന്ധങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സോഷ്യൽ സ്കില്ല് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. അവിടെ നമ്മൾ അമിതമായിട്ട് കുട്ടികളുടെ മേൽ നിയന്ത്രണം അടിച്ചേൽപ്പിച്ചാൽ അത് പലപ്പോഴും ആ കുട്ടികളുടെ വ്യക്തിത്വത്തെ തന്നെ വൈകല്യപ്പെടുത്താം. അതേസമയം വാച്ച്ഫുൾ ആവുക, അവരാരോടാണ് എൻ്റെ കുട്ടി സംസാരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ലാൻഡ് ഫോണിൽ ഒരു കോൾ വരുമ്പോൾ ഈ അമ്മയ്ക്ക് അപ്പനെ അറിയാൻ പറ്റും കുട്ടി ആരാ വിളിക്കുന്നത്, എത്ര സമയം സംസാരിക്കും. ഇന്ന് അങ്ങനെയില്ല. അപ്പം കുട്ടികൾക്ക് ഒരു കൊറോണ കാലത്ത് നമ്മൾ കൊടുത്ത ഒരു ശീലം ഇപ്പോഴും തുടരുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ ഇഷ്ടമാതിരി അടച്ചിട്ട മുറികളിൽ ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഇന്ന് അനുവദിച്ചു കൊടുക്കുകയാണ്. അത് അവർ ഇൻഡിപെൻഡൻസ് ആയിട്ടൊക്കെ അവർ കാണുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു കുട്ടി എന്ന നിലയിൽ ആ കുട്ടിയുടെ വളർച്ചയിൽ ആവശ്യം വേണ്ട നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. അങ്ങനെ അവൻ ആരെയാണ് വിളിക്കുന്നത്, അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഫീൽ ചെയ്യാതെ തന്നെ
ഈ കുട്ടികളോട് കുറച്ചുകൂടെ അവരോട് ക്ഷമിക്കാൻ, കുറേയൊക്കെ നമ്മൾ സഫർ ചെയ്യാനൊക്കെ തയ്യാറാകുന്ന പേരൻസ് ഒരു മൂല്യ അധിഷ്ഠിത ജീവിതം ഒരു മോഡലായിട്ട് കുട്ടികളുടെ മുമ്പിൽ മാറും. അപ്പോൾ ഇങ്ങനെ കുറേയേറെ ഇനിയും പറയാൻ തീരാത്തത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പോൾ നമുക്ക് ഇതുപോലെ ചില രീതിയിൽ നമ്മൾ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മാതാപിതാക്കൾ തന്നെ നല്ല റോൾ മോഡലായിട്ട് മാറുക എന്നുള്ളതാണ്. ഒരു കാര്യം ഇങ്ങനെ പറയാറുള്ളത്, നിങ്ങളുടെ കുട്ടികൾ എന്താകുമെന്ന് ഓർത്ത് നിങ്ങൾ ഭയപ്പെടാതിനേക്കാൾ അധികമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കുട്ടികളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ട് എന്നോർത്ത് നിങ്ങൾ ഭയപ്പെടുവിൻ എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പം നല്ല മാതാപിതാക്കൾ നല്ല ജീവിത മാതൃക കൂടിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം നമ്മുടെ ഒരുപാട് ഡിസിപ്ലിൻ നമുക്കുണ്ട്. നമ്മുടെ ലൈഫിൽ ഓരോ ടൈം ടേബിൾ ഉണ്ട്. ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കണം. നമ്മുടെ പ്രൊഫഷണൽ ആയിക്കോട്ടെ പേഴ്സണൽ ടൈം ടേബിൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിലും കുട്ടികളുമായിട്ടുള്ളൊരു പേഴ്സണൽ ടൈം, ഒരു ക്വാളിറ്റി ടൈം, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അവർക്കൊരു പിന്തുണ കൊടുക്കുക, സ്നേഹം കൊടുക്കുക, അവർക്ക് ചില അരുതുകൾ അവരോട് പറയേണ്ട സമയത്ത് അത് പറയുക എന്നുള്ള കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചപ്പോൾ ഇതുപോലെ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേൾക്കാം ഉയരയിലൂടെ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പാരന്റിംഗ് ആണ്. ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ഡോക്ടർ ജോൺസൺ ജോസഫ്, CST അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ഫ്രം കെ കോളേജ് മാന്നാനം. അച്ഛാ, നമ്മൾ പേരൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചില ചലഞ്ചസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചലഞ്ചസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പേരൻസിനാണെങ്കിലും അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഈ രണ്ടെണ്ണത്തിനെ എങ്ങനെ ഈ ഒരു പേരൻറ്റിങ്ങുമായിട്ട് നോക്കുമ്പോൾ അതിനെങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും? അപ്പം നമുക്ക് പഴയ കാലത്ത് വ്യത്യസ്തമായിട്ട് ഇന്ന് മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും മാതാവും പിതാവും വർക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ലതായിരിക്കും. ഒന്ന്, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വ്യക്തി ജീവിതത്തിന് പ്രാധാന്യങ്ങളെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കുടുംബം, ആരോഗ്യം, ജോലി, ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് നോക്കി അതിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ വർക്ക് ഹോളിക്കായിട്ടുള്ള ഒരാൾ ബാക്കി ഇതിനെയൊക്കെ കളയും. അപ്പോൾ കുടുംബത്തിന് അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ്, പരിധികൾ നമുക്ക് പാലിക്കുക. ജോലി സമയത്ത് ജോലി ചെയ്യുകയും എന്നാൽ കുടുംബത്തിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പം വർക്കിനെയും ഈ ഫാമിലി ലൈഫിനെയും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വേർതിരിവ് നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും ജോലി സ്ഥലത്തു നിന്നും ആ ജോലി ഭാരം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ അത് മുഴുവൻ അവിടെ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ വീട്ടിലത് ഇൻകംപ്ലീറ്റ് ടാസ്ക് പിന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ട സ്ഥലമായിട്ട് ഫാമിലി മാറുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടാകരുത്. അപ്പം അതുപോലെ തന്നെ ഫാമിലിയിൽ ഫുൾ ടൈം നമ്മൾ ഫാമിലി ആയിരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വ്യാപൃതരാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നങ്ങളുമായിട്ട് ജോലി സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഡള്ളായിട്ടിരിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. അപ്പം പരിധികൾ പാലിക്കുക എന്നുള്ളതാണ്. അടുത്തത് അതുപോലെ നമ്മുടെ സമയത്തെ നമ്മൾ ക്രമീകരിക്കണം. അപ്പം നമുക്ക് ഒരു വീക്കിലി പ്ലാൻ അല്ലെങ്കിൽ ഡെയിലി പ്ലാനൊക്കെ നമുക്ക് ഉണ്ടാകണം. അപ്പം നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ടതിനെ പറ്റി ഒരു പ്ലാൻ നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ടൈം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ അങ്ങനെയുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ജോലി സ്ഥലത്താണെങ്കിൽ പോലും. കാരണം അവിടെ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക, നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ വ്യാപൃതനാകും പൂർണ്ണ ശ്രദ്ധയോടെ. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പം ഈവൺ അടുക്കളയിലെ ജോലികളാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്യുന്ന, കുട്ടികളുടെ കാര്യം ഒരുമിച്ച് നോക്കാൻ സാധിക്കുന്ന. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ തന്നെ പോകണമെന്നില്ല, ഇടയ്ക്ക് പപ്പായ്ക്കും പോകാം, അല്ല പപ്പായ്ക്ക് പകരം അമ്മയ്ക്ക്, ഇങ്ങനെയൊക്കെ ഈ ജോലി നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഓരോ വ്യക്തിയും, അപ്പനായിക്കൊള്ളട്ടെ അമ്മയായിക്കൊള്ളട്ടെ, അവരുടെ കാര്യങ്ങൾ അവർ വേണ്ടത് ശ്രദ്ധിക്കണം. അവരുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവർക്ക് അധികം മുമ്പോട്ട് പോകാൻ സാധിച്ചെന്ന് വരികയില്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തെ, ഭക്ഷണം, വ്യായാമം, ഹോബി തുടങ്ങിയവരൊക്കെ പ്രോപ്പറായിട്ടുള്ള ശ്രദ്ധ വേണം. ഇതൊക്കെ എല്ലാ ദിവസവും വേണ്ടതാണ്. നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊരു വ്യായാമത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുക. എത്ര ലേറ്റ് ആയാൽ പോലും അത് ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. കുട്ടികളുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. കുറച്ച് സമയം ഹോബി
ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേണമെങ്കിൽ TV കാണുന്നതാകാം. അപ്പോൾ അത് കുടുംബങ്ങൾ മുഴുവൻ പലപ്പോഴും നമുക്ക് കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല മാതാപിതാക്കളുടെ ഇൻട്രസ്റ്റ്. അപ്പം ഇൻട്രസ്റ്റ് ഒരുപോലെ പോകാൻ സാധ്യതയുള്ള രംഗത്തെങ്കിലും ഒരുമിച്ചൊക്കെ നമുക്ക് മുമ്പോട്ട് പോയാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾക്കും മറ്റുള്ള സപ്പോർട്ട് തേടാവുന്നതാണ്. കുടുംബാംഗങ്ങളുടെ, സുഹൃത്തുക്കളുടെ, കുട്ടികളൊക്കെ ഈ പറഞ്ഞ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഷെയർ ചെയ്തോ, അല്ലെങ്കിൽ ഈവൻ നമുക്ക് വേണ്ട അടുത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ നല്ല സജഷൻസ്, അഭിപ്രായങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മളതൊക്കെ ഇതെല്ലാം മാനസിക സമ്മർദ്ദത്തിലേക്ക് അല്ലെങ്കിൽ പോകുമെന്നർത്ഥം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അസർട്ടീവ് ആകുക എന്നുള്ളത്. എന്ന് വെച്ചാൽ യേസും നോയും പറയാൻ പഠിക്കുക. പറ്റാത്തൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കരുത്. ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും. കുട്ടികളുടെ മുമ്പിൽ പോലും നമുക്ക് പറ്റത്തില്ലെങ്കിൽ മോനെ ഇതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല എന്ന് കുട്ടിയോട് നോ പറയാൻ പഠിക്കണം. അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടെങ്കിൽ എനിക്ക് അമിതമായി ജോലി ഏറ്റെടുക്കാൻ ഈ നോ പറയാൻ പറ്റുന്ന വേദിയാണെങ്കിൽ പറയാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന കുടുംബത്തിലുള്ള ഒരു ഫാമിലി ടൈം ടേബിൾ, ഷെഡ്യൂൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരുമിച്ചുള്ള ഭക്ഷണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന, അവധി ദിവസത്തെ ഔട്ടിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷെഡ്യൂളിംഗ് കൂടെ നല്ലതായിരിക്കും. ഇങ്ങനെ ഈ നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ഒന്ന് ബാലൻസിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയത് ആസിഫ് അലി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സർക്കിട്ട് എന്നുള്ളൊരു സിനിമ. അച്ഛൻ ഈ പറഞ്ഞപ്പോൾ എനിക്ക് ആ സിനിമയുടെ ചില പോർഷൻസ്, അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ, ആ സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി എത്തുമായിരുന്നു. അപ്പോൾ എന്തായാലും പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ഞങ്ങൾ മക്കളെ വളർത്തി അവർക്കൊരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ച് എനിക്ക് ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചിന്താഗതി ചിലർക്കൊക്കെ വരുമെങ്കിലും പോലും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് നമ്മുടെ പുതിയ തലമുറ നമ്മൾ സൈക്കിൾ ബ്രേക്കിംഗ് പാരൻറ്റിങ് നടത്തുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉയരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാരൻറ്റിംഗ് ആണ്. സോ ഇനി പാട്ടുകൾക്ക് ശേഷം ചില കാര്യങ്ങൾ കൂടി കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമ്പോൾ ഒരുപാട് തലങ്ങളിലേക്ക് മനസ്സിങ്ങനെ പോവാറുണ്ട്. ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ വരാറുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് കുട്ടികളിലെ സൂയിസൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ബന്ധപ്പെട്ടും ഇൻ്റർനെറ്റ് അബ്യൂസ് മൂലം 41 മൈനേഴ്സാണ് കേരളത്തിൽ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ജീവിതത്തിൽ ഒരു വളർച്ചയ്ക്ക് ഒരു വില്ലനായി തന്നെ ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മാതാപിതാക്കൾ മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ടത്? ഒത്തിരി കാര്യങ്ങളിലൂടെ നമുക്ക് കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷനിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം അത് ഉപയോഗിക്കുന്ന സമയമാണ്. നമുക്ക് 15 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ഒരു കുട്ടിയായിട്ട് തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്ന നർച്ചറിങ്ങിന് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സമയം പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് എത്ര സമയം ഓരോ ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിക്കാമെന്നൊരു തീരുമാനം കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തോടുകൂടി തന്നെയൊക്കെ തന്നെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ എത്ര സമയം ഉപയോഗിക്കാം, എപ്പോഴാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഫോൺ നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തത്. പഠന സമയത്ത്, ഭക്ഷണ സമയത്ത്, ഉറങ്ങാൻ പോകുന്നതിന് ഒരു അരമണിക്കൂറുള്ള 1 മണിക്കൂർ മുമ്പ്, ഇങ്ങനെയൊക്കെ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതിൽ വയലേഷൻ ഉണ്ടെങ്കിൽ അത് ശേഷം അതിന് ശിക്ഷയും ഉണ്ടാകും എന്ന രീതിയിലൊക്കെ അല്ലെങ്കിൽ കുട്ടി ആ രീതിയിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാതാപിതാക്കൾ തന്നെ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആ രീതി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പാടുള്ളതല്ല. അതുപോലെ അതിന് പകരമായിട്ട് മറ്റ് പ്രവർത്തനങ്ങൾ ലൈക്ക് കളികൾ, പുസ്തക വായന, മറ്റ് സംഗീതം, സ്പോർട്സ്, അങ്ങനെ കുട്ടികൾക്കൊക്കെ അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്ന വലിയ പങ്ക് വഹിക്കുന്ന മറ്റ് കാര്യങ്ങൾ കൂടെ ഉചിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പഠിപ്പിക്കുക, അങ്ങനെ പല രീതിയിൽ നമുക്ക് കുട്ടികളെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ കുട്ടികളുമായിട്ട് നമ്മൾ ഒരുമിച്ച് സമയം, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്തുകൊണ്ടാണ് കുട്ടികൾ അഡിക്ഷൻ ഉണ്ടാകുന്നത് ചോദിച്ചാൽ
അവരിൽ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിരസതയാണ്, മടുപ്പാണ്. എല്ലാത്തിനോടും ഒരു മടുപ്പും വിരസതയും വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനിൻ്റെ ആ പ്ലഷർ ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നും ഇല്ല എന്നുള്ളതാണ്. മോണോട്ടോണസ് ആയിട്ട് പഠനം മാത്രമായി പോയി കഴിഞ്ഞാൽ മടുപ്പ് അവിടെ ഉണ്ടാവുക. അപ്പം അതിന് പകരമായിട്ട് കുടുംബത്തിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ, അത് സ്നേഹവും അല്ലെങ്കിൽ വാത്സല്യവും ഒക്കെ ഉള്ള ഒരു കുടുംബ അന്തരീക്ഷം നമ്മൾ മനസ്സിൽ കാണണം. അപ്പം ആ രീതിയിൽ ഇവർക്ക് സന്തോഷത്തിനുള്ള കാര്യങ്ങൾ കൂടി ആ കുടുംബജീവിതത്തിൽ ക്രമീകരിച്ചത് നല്ലതാണ്. അതുപോലെ ഇവരെന്ത് ആണ് അവർ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ കുട്ടികൾ കാണുന്ന വീഡിയോ, ഗെയിം, അതുപോലുള്ള ആപ്പുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടി മാത്രമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുമ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റും റിവാർഡും പണിഷ്മെൻറ്റും ഒക്കെ ഇതിൽ അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. അങ്ങനെ ചെയ്യുന്ന കുട്ടിയെ അഭിനന്ദിക്കണം. മിടുക്കൻ, ഇന്ന് എൻ്റെ കുട്ടി ഇപ്പം പപ്പ വരുമ്പോഴേ അമ്മ പറയണം ഇന്ന് അവനെ ഒരു ഉപയോഗിച്ചില്ല, ടൈം ഷെഡ്യൂൾ കൃത്യമായിട്ട് പറയുമ്പോൾ അവനെ അഭിനന്ദിക്കുകയും അവന് ചെറിയൊരു റിവാർഡ് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ആ ഒരു പോസിറ്റീവ് ബിഹേവിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ട ഉറക്കം, ഭക്ഷണം, വ്യായാമം ഇവയൊക്കെ ഉണ്ടോ എന്നുള്ള വലിയ ശ്രദ്ധയിലൂടെയൊക്കെ നമുക്ക് ഒരു കാര്യത്തെ നോക്കി നമ്മളൊരു മോശ സ്വഭാവത്തെ പിഴുതു കളയുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ല സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഈ മോശമായത് തന്നെ ഇല്ലാതാകും എന്നുള്ളൊരു തിയറിയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പം പിന്നെയുള്ളത് ഇതെല്ലാം കുട്ടികളും നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തുറന്ന ആശയവിനിമയം, മൊബൈൽ ഫോണിൻ്റെ ഉപദ്രവങ്ങളും ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ചുരുക്കത്തിൽ മാതാപിതാക്കൾ സമയം നിയന്ത്രിക്കുക, മാതൃകയായി പ്രവർത്തിക്കുക, കുട്ടികൾക്ക് ആരോഗ്യകരമായിട്ടുള്ള മറ്റ് പ്രവർത്തികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ മൊബൈൽ ഫോണിൻ്റെ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചില പേരൻസ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവൻ ആരെ കണ്ടിട്ടാണോ ഇക്കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്ന് പലപ്പോഴും പേരൻസ് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കണ്ണാടി നമ്മുടെ മുഖത്തേക്കൊന്ന് വെക്കുക. ചില സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഫോൺ അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മക്കളും കാണുന്നുണ്ട്. ഇപ്പം എന്നെപ്പോലുള്ള അപ്കമ്മിങ് ആയിട്ടുള്ള പേരൻസ് ആവാനായിട്ട് പോകുന്നവരും ഏതെങ്കിലുമൊക്കെ കാലത്ത് പേരൻസ് ആകുവാണെങ്കിൽ നമ്മളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ കേൾക്കുന്നത്. അപ്പം ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യെസ്, യു ആർ ലിസ്ണിംഗ് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ഡോക്ടർ ജോൺസൺ ജോസഫ്, CST അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ഫ്രം K കോളേജ് മാന്നാനം. അച്ഛാ, നമ്മൾ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചില വാല്യൂസ് നമ്മുടെ പേരൻസ് തന്നതാണ് നമ്മൾ മുന്നോട്ട് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്ത് നിൽക്കും, എൻ്റെ അപ്പൻ അന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എൻ്റെ അമ്മ അന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇന്നും ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ കോറിയിട്ടിട്ടുള്ളൊരു ചില കാര്യമാണ്. അപ്പം അതേപോലെ ഒരു ഹ്യൂമാനിറ്റി എന്നുള്ളൊരു വാല്യൂ എപ്പോഴാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്? കാരണം ഇന്നത്തെ ഒരു എറ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ എറ ഓഫ് സെൽഫ് ലവ്. യെസ്, ഓഫ് കോഴ്സ് നമുക്ക് സെൽഫ് ലവ് വേണം. പക്ഷേ ആളുകൾ കുറച്ചും കൂടെ തങ്ങളിലേക്ക് മാത്രം നോക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. അപ്പം സെൽഫ് ലവ് എന്നുള്ളത് പേരിൽ മറ്റാരുടെയും കാര്യങ്ങളിലേക്ക് ഇടപെടത്തില്ല. മറ്റുള്ളവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്, സമാധാനിപ്പിക്കാനായിട്ടുള്ള ഒരു മനസ്സ് പലപ്പോഴും എന്തിനാ ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നുള്ളൊരു ഇത് ഇച്ചിരി ഒരു അതിൻ്റെ തട്ടി ഇച്ചിരി താണിരിക്കുകയാണ്. അപ്പം ഈ ഒരു നമ്മളൊരു സോഷ്യൽ ബീങ് ആണ് മനുഷ്യൻ. അപ്പം ഈ ഒരു ഹ്യൂമാനിറ്റി അതിനെക്കുറിച്ചൊക്കെ മാതാപിതാക്കൾ ഏതൊരു സമയത്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അത് ഇൻബിൽട്ടായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് എപ്പോഴാണ് ബിൽഡ് ചെയ്യേണ്ടത്? അത് എപ്പോഴാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. ആദ്യകാല അവരുടെ കുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു അതാണ് പിന്നീട് അവരായി മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നുണ്ട്, ഇന്ന് കുട്ടികളിലെ ഇമ്പൾസീവായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അതെന്ന് വെച്ചാൽ നമ്മൾ മദ്യപാനം, ഡ്രഗ് അഡിക്ഷൻ, മറ്റ് തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഇതിനെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും അവർക്ക് സോഷ്യൽ സ്കിൽ ഇല്ലാണ്ട്
മാറിപ്പോകുന്നു എന്ന് പറയുന്ന ഒരു റിസർച്ച് ഉണ്ട്. അപ്പം അതിന് പരിഹാരം ഇപ്പം എന്തായിരിക്കണം? സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സോഷ്യൽ സ്കിൽ എന്നുള്ളത് നന്നായി സംസാരിക്കാനും പാട്ട് പാടാനും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ സഹാനുഭൂതിയോടെ കരുണയോടെ മറ്റുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ തയ്യാറാകുമ്പോൾ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ, സമൂഹത്തിന് വേണ്ടി നമ്മൾ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള ആ നെഗറ്റീവ് ഫാക്ടർ കുറയും. ഇത് ഒരിക്കലും ആൾക്കാർ മനസ്സിലാകുന്നില്ല. ഇപ്പം എൻ്റെ ലോകം എൻ്റെ ജീവിതം എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അവിടെ നമുക്ക് കൈമോശം വന്നു പോകുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെയുണ്ട്. നമുക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി തന്നെ അവിടെ കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ സേവന പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുപ്പിക്കുക. ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസമാണ്, നമുക്ക് ഒക്ടോബർ 2 പണ്ടൊക്കെ ആണെങ്കിൽ സേവന വാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു സേവന ദിനമൊക്കെ. അപ്പോൾ സർവീസിൻ്റെ ഒരു മഹത്വം, സേവനത്തിന് മഹത്വം കാണിക്കുക എന്നുള്ള ഇന്ന് അങ്ങനെ ഒരു കാലം ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ തോട്ടമൊക്കെ വളരെ മോശം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി ഇരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു വർഗീയതയുടേതും അല്ലെങ്കിൽ താൻ പോരുമയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള സാമൂഹിക സേവന സന്നദ്ധതയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് സ്കൂളുകളിലാകാം, കോളേജിലാകാം, NSS പോലെയുള്ള സംരംഭങ്ങളൊക്കെ ഗവൺമെൻറ് നടപ്പാക്കുന്നതിന് പിന്നിലൊരു കാര്യം, നല്ല ഒരു വ്യക്തിയായിട്ട്, നല്ല ഒരു സിറ്റിസണായിട്ട് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഈ സാമൂഹിക അവബോധത്തിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകാരിക ജീവി അല്ലെങ്കിൽ ഭൗതിക ജീവി എന്നതിനൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് സാമൂഹിക ജീവി എന്നുള്ളത്. സാമൂഹിക ജീവിതം മോശമായോ ബാക്കി ഒന്നും കൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പം നല്ല വ്യക്തിയായിട്ട് രൂപപ്പെടുക എന്നുള്ളതെന്ന് പറയുമ്പം നല്ല സാമൂഹിക ജീവിയായിട്ട് സമൂഹത്തെ പറ്റിയുള്ള കൺസേണുള്ള വ്യക്തിയായിട്ട് രൂപപ്പെടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് പ്രൂഡൻസ് വേണം, വിവേകം വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു രാമായണ മാസം തുടങ്ങുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ മതവിഭാഗത്തിന് ആ രീതിയിലുള്ള കാര്യം. അപ്പം നമുക്ക് ഈ ബൈബിൾ വായിക്കുക, ഖുറാൻ വായിക്കുക, രാമായണം വായിക്കുക എന്നൊക്കെ പറയുന്നതിലൂടെ അവർ കുറേ ആത്മീയ ചിന്ത ഡെവലപ്പ് ചെയ്യുക, അവരുടെ വാല്യൂ സിസ്റ്റം തന്നെ മാറുകയും ചെയ്യുന്ന ആ രീതിയിലൂടെ. അപ്പം അങ്ങനെയുള്ള അല്ലെങ്കിൽ പഞ്ചതന്ത്ര കഥകളാകാം, അപ്പം അങ്ങനെയുള്ള ഈ പറയുന്ന നാടോടി കഥകളും ഈ ഇതുപോലെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങളുമൊക്കെ നമുക്ക് തരുന്ന കുറേ ബോധനമുണ്ട്, കുറേ അറിവുകളുണ്ട്, കുറേ വാല്യൂസുണ്ട്. അപ്പം അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമുക്ക് ഒരു കാര്യം ഒരു കുട്ടി ചെയ്യുമ്പോഴേ താങ്ക് യു പറയാൻ കുട്ടിയെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഇരിക്കുന്ന സ്ഥലമാകാം, ഈ ചില എറ്റിക്കേറ്റ്സ് ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതിന് ശബ്ദം കേൾപ്പിക്കാണ്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ടേബിൾ മുഴുവൻ ഇങ്ങനെ വാരി വിതറുകയോ അല്ലെങ്കിൽ കുറേ വേസ്റ്റ് ആക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വിശക്കുന്നവർ നിൻ്റെ ഒപ്പമുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ഒരു നേരത്തെ അന്നം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അധ്വാനിക്കുന്ന മുഴുവൻ ഈ ഭൂമി മുഴുവൻ എൻ്റെയാണെന്നുള്ള സങ്കല്പത്തിൽ നിന്നും നമുക്കായിട്ട് പഴയ തലമുറകൾ ബാക്കി വെച്ച, ഇനി ഞാൻ ബാക്കി വെക്കേണ്ട അടുത്ത തലമുറയ്ക്കായിട്ട് ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഞാൻ എന്നുള്ള വലിയൊരു വാല്യൂ സിസ്റ്റം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുള്ളത്. അപ്പം വ്യത്യസ്തയോട് നമ്മൾ ബഹുമാനം പുലർത്താൻ നമ്മൾ പഠിപ്പിക്കണം. പലപ്പോഴും എത്ര മോശമാണെന്നറിയോ, നമ്മൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒരു ക്രിക്കറ്റ് കളി പോലും എന്തുമാത്രം വിദ്വേഷത്തോടെ വെറുപ്പോടെയാണ് നമ്മളുടെ കുട്ടികളടക്കമുള്ളവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വിദ്വേഷം വെറുപ്പ് കുട്ടികളിൽ പഠിപ്പിച്ചു വെക്കുക മാതാപിതാക്കൾ തന്നെ. അപ്പം അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ സഹാനുഭൂതി വളർത്തുന്ന രീതിയിൽ, കരുണ കാണിക്കുന്ന രീതിയിലൊക്കെ ഇപ്പം നമ്മൾക്ക് ഒരു പക്ഷേ ഒരു ധർമ്മക്കാരന് ഒരു 10 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കുട്ടിയെ കൊണ്ട് കൊടുപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ഒരു വാല്യൂ ആ കുട്ടിയെ തന്നെ അറിയാണ്ട് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പങ്കിടൽ, സഹകരണമൊക്കെ പ്രോത്സാഹിപ്പിക്കുക. എന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കളിപ്പാട്ടം മറ്റൊരു കുട്ടിക്ക് കൂടെ കൊടുക്കാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ കരഞ്ഞാലും കുഴപ്പമില്ല, അത് കൊടുക്കുക, അതാണ് ശരി എന്ന രീതിയിൽ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന രീതിയിൽ നമ്മൾ ഒരു നല്ല മനോഭാവം വളർത്തുക. എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും. അപ്പം കുട്ടിയോട് പ്രാർത്ഥിപ്പിക്കണം, എല്ലാവർക്കും അസുഖമായ എല്ലാവർക്കും സുഖമുണ്ടാകണമേ, അല്ലെ അയൽക്കായ എല്ലാവരെയും ദൈവമേ കാത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെ അമ്മയെ നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് ഏറ്റവും കൂടുതൽ വളരുക ആ കുട്ടിയിലായിരിക്കും നന്മയായിട്ട് വളരാൻ സാധിക്കുക.
അതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബത്തിൽ നടക്കുന്ന സംഭാഷണം ഒത്തിരി വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കാര്യങ്ങളൊന്നും കുട്ടിയുടെ മുമ്പിൽ വെച്ച് പങ്കുവെക്കാതിരിക്കുക. അത് ഭാര്യയും ഭർത്താവും മാത്രം നമ്മൾ പങ്കുവെച്ചാൽ മതി. മറ്റുള്ള പറ്റി പരദൂഷണം പറയുകയോ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഉള്ളതായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ, കാരണം അതെല്ലാം ഇവരുടെ ജീവിതത്തെ ഒത്തിരി ഒത്തിരി ബാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നന്മകളെ കുട്ടികളുടെ മുമ്പിൽ തുറന്നു വെക്കുവാനും നമ്മളുടെ തിന്മകൾ കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കാനും വേണ്ട വലിയ ജാഗ്രത നമ്മുടെ പെരുമാറ്റത്തിൽ, ചിന്തകളിൽ ഒക്കെ ഉണ്ടാകണം. അതുപോലെ നമ്മുടെ പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾക്ക് കുട്ടിയെ പങ്കെടുപ്പിക്കാം. പലപ്പോഴും കുട്ടികൾ കിടന്ന് ഉറങ്ങിക്കൊള്ളട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പാരൻസ് ഉണ്ട്. നീണ്ട പ്രാർത്ഥനകൾക്ക് പകരം അതൊന്ന് ഷോർട്ടാക്കിയിട്ട് കുഞ്ഞിനെ കൂടി പങ്കെടുപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ കുട്ടിക്ക് വളരെ ചെറുപ്പത്തിലെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ, ഈ പറയുന്ന സർവർക്കും നന്മ ഭവിക്കട്ടെ എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതുതന്നെയാണ് ദാനം. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു സാമൂഹിക ബോധം ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടത് ഒരു കുടുംബമാണ്. ഈ ഒരു ശ്രദ്ധ മാതാപിതാക്കൾക്കുണ്ടാകട്ടെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്നറിയോ, നമ്മളെ ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ രാജ്യം പൂജിതമാകണമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഒരു ഞങ്ങളാണ് അതിനകത്ത് ഫുള്ളും, അല്ലാതെ എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്നുള്ളൊരു സാധനമല്ല, ഫോർ അസ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ഓരോ മതങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ഓരോ വിശ്വാസങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പം എന്തായാലും ഇതിനകത്തൊക്കെ ഒന്ന് ഊട്ടി ഉറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് അച്ഛനിപ്പോൾ ഒന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എന്തായാലും ഇതുപോലെ പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മളിത് ഇങ്ങനെ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത് ഒരു പാട്ടാണ്. പാട്ടുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ഡോക്ടർ ജോൺസൺ ജോസഫ് CST, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം K കോളേജ് മാന്നാനം. അച്ഛനൊരു സൈക്കോളജിസ്റ്റാണ്, അതുപോലെ തന്നെ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പല രീതിയിലായിരിക്കും അച്ഛൻ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ കുറച്ച് ഇമോഷണലി എങ്ങനെ ആയിരിക്കണം, സോഷ്യലി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ മുമ്പേ പറഞ്ഞു മനുഷ്യനൊരു ഒരു ബയോളജിക്കൽ ബീയിങ് കൂടെയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഈ പേരൻറ്റിങ്ങും മനഃശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഈ പേരൻറ്റിങ്ങിനെ ഒന്ന് വിശകലനം ചെയ്യുവാണെങ്കിൽ എന്താണ് പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത്? മാതാപിതൃത്വം വെറും സ്നേഹവും ശിക്ഷണവും മാത്രമല്ല, അത് മസ്തിഷ്ക വികസനത്തോടും ഗാഢമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ന്യൂറോ സൈക്കോളജി നമ്മെ കാണിച്ചു തരുന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റവും ആശയവിനിമയവും കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയിലും വികാര നിയന്ത്രണത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് കേട്ടിട്ടുണ്ട്, ഇപ്പം ആദ്യത്തെ 5 വർഷങ്ങൾ അല്ലെ 6 വർഷങ്ങളിലൊക്കെ ഒരാൾ വ്യക്തിത്വം രൂപപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ചുരുക്കത്തിലും ആദ്യ കാലഘട്ടം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ആദ്യ 5 വർഷങ്ങളിൽ മാതാപിതാക്കളുടെ സ്നേഹം, സ്പർശനം, ആശയവിനിമയം എന്നിവ കുട്ടിയുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ നിയന്ത്രണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അത് മികച്ച രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ ഡെവലപ്മെൻറ്റ് കാരണമാകുന്നുണ്ട്. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് നല്ല പെരുമാറ്റമാണ്, നമുക്ക് വൈകാരിക പ്രകടനമാണ് മാതാപിതാക്കൾ തരുന്നതെങ്കിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ വളർച്ച ആ രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഇമോഷണൽ റെഗുലേഷൻ എന്നുള്ളത്, വികാരത്തെ നമ്മൾ നിയന്ത്രിക്കാറില്ല. പലപ്പോഴും പല ആൾക്കാരും ദേഷ്യം വലിയ പ്രശ്നമാകാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന സ്വഭാവം, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്സെറ്റാകുന്ന രീതി. അപ്പം നമ്മുടെ വൈകാരിക പക്വതയ്ക്ക് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടി വളരുന്ന സമയത്ത് മാതാപിതാക്കൾ പുറത്തു നിന്നുള്ള വികാര നിയന്ത്രകരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കരുതലും സ്നേഹമുള്ള മാതാപിതൃത്വം കുട്ടിയുടെ ലിംബിക് സിസ്റ്റത്തെ ശക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ ആഴത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഏജൻസ് ആയിട്ടാണ്, ബാഹ്യശക്തികളായിട്ടാണ് മാതാപിതാക്കൾ വളരുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പരിധിവരെ ഏതെങ്കിലും രീതി മോശമായി പോകുന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു പങ്ക്, ചെറുതല്ല വലിയൊരു പങ്ക് മാതാപിതാക്കൾക്ക് ഉണ്ട്. അപ്പം നമ്മുടെ വികാര പ്രകടനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കടുത്ത ശിക്ഷണയും അവഗണനയും ഒക്കെ കുട്ടിയുടെ സ്ട്രെസ് ഹോർമോണിനെ ഉയർത്തുന്നുണ്ട്.
അപ്പം ചെറിയ കുട്ടിയോട് നമ്മൾ പെരുമാറ്റം ഭയങ്കരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ കുട്ടിയുടെ കോർട്ടിസോളിൻ്റെ ലെവൽ അതുപോലെ കൂടുതലായിരിക്കും. ഇങ്ങനെ കോർട്ടിസോളിൻ്റെ അളവ് കുറേ നേരം കൂടി നിന്ന് സംഭവിക്കുന്നതെന്നറിയോ, നമ്മുടെ ബ്രെയിനിൻ്റെ പല സെല്ലുകളും നശിച്ചു പോകും. പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ന്യൂറൽ പാത്വേ ഒക്കെ രൂപപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം എനിക്ക് വളരെ ഫ്രഷായിട്ടിരിക്കുന്ന ഒത്തിരി ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ഓപ്പോസിറ്റായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിലൊരു കുട്ടി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടിയുടെ ഈ ബ്രെയിൻ സെല്ലിൽ നശിച്ചു പോകുന്ന ഫലമായിട്ടൊക്കെ കുട്ടിയുടെ ഓർമ്മയെ ബാധിക്കുന്നു, കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്നു. പലപ്പോഴും ഈ കുട്ടികളുടെ പഠനവും ഓർമ്മയും ഒക്കെ അവരുടെ ഒരു വൈകാരിക അന്തരീക്ഷത്തിന് ബ്രെയിനിന് വലിയൊരു ഒരു പങ്കുണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല പിന്തുണയുള്ള കരുതലുള്ള മാതാപിതാക്കളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുട്ടിയെ റെസിലിയൻ്റ് ആക്കി, കുട്ടിയെ കുറച്ചുകൂടെ മിടുക്കിയാക്കി വളർത്തുന്നതിൽ സഹായിക്കുന്നുണ്ട്. അതിനർത്ഥം കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ പറയുന്ന നടത്തിലല്ല കേട്ടോ, ആ കുടുംബത്തിൽ മൊത്തത്തിലുള്ള ഒരു ഇമോഷണൽ എൻവയോൺമെൻറ്റ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ എൻവയോൺമെൻറ്റ് വരുന്ന കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയും നല്ല രീതിയിലുള്ള വ്യക്തിത്വവും ഒക്കെ ഉണ്ടാകും, നല്ല പഠനത്തെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഈ കള്ളു കുടിച്ചിട്ടൊക്കെ ബഹളം ഉണ്ടാക്കി വരുന്ന മാതാപിതാക്കളുള്ള വീട്ടിൽ വളരുന്ന കുട്ടിക്ക് വേണമെങ്കിൽ, എല്ലാവരും ആകെ നിർബന്ധമില്ല, പലപ്പോഴും ആ കുട്ടികൾക്ക് പഠിക്കാൻ പുറകോട്ട് പോകുന്നു, അവരുടെ ബ്രെയിനിൽ തന്നെ അതിന് വ്യത്യാസം ഉണ്ടാകുന്നതെന്നർത്ഥം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ മിറർ ന്യൂറോൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപക്ഷെ അനുഭവിക്കൊന്നും വേണ്ട, മറ്റുള്ള ഒരു വൈകാരികത നമ്മളുടെ വൈകാരികതയായിട്ട് മാറുന്ന റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മാതാപിതാക്കൾ സ്നേഹത്തോടെ പെരുമാറുമ്പം ആ കുട്ടി ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട്, കുട്ടിയുടെ ബ്രെയിൻ ആ സ്നേഹം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരി. ഒരുപക്ഷെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൊള്ളുന്ന അപ്പനും അമ്മയും ഉള്ള ഒരു വീട്ടിൽ ജീവിക്കുന്ന കുട്ടിയുടെ ബ്രെയിൻ അത് ആ കുട്ടിയും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വൈകാരിക അവസ്ഥയായിട്ട് അതിനെ അനുഭവിക്കുന്നത്. ആ കുട്ടി ആ സീനിൽ ഇല്ല, പക്ഷേ എങ്കിൽ പോലും അത് കാണുന്ന കേൾക്കുന്ന കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന മാതാപിതൃത്വം അവരുടെ ഒക്കെ ജീവിതത്തെയും കുറേയൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഇൻവോൾവ് ചെയ്യുമ്പം അപ്പം നമ്മുടെ കരുണ, നമ്മുടെ സഹനശീലം, അത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ നിരന്തരമായിട്ട് ആ ഒരു ബാലൻസ്ഡായിട്ട് കുറേ ക്ഷമയും കരുണയും സഹനവും ഒക്കെ പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കൾ അവർ മുമ്പോട്ട് പോകുമ്പം സ്വാഭാവികം അവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ കുട്ടികളിലേക്കുള്ള പെരുമാറ്റത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ന്യൂറോ സൈക്കോളജി കാണിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹം, കരുതൽ, ആശയവിനിമയം തുടങ്ങിയവയൊക്കെ കുട്ടിയുടെ തലച്ചോറിൻ്റെ ഘടനയെ തന്നെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ശാസ്ത്രീയമായിട്ട് പാരൻറ്റിങ്ങിൽ ഒരു ബന്ധമുണ്ട് അല്ലേ? അഫ്കോഴ്സ് അത് എങ്ങനെയാണെന്നുള്ളത് അച്ഛനിപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇമോഷണലി മാത്രമല്ല ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്, ചില ബയോളജിക്കലി ഉള്ള സംഭവ വികാസങ്ങൾ കൂടി ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുപോലെ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാനായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം ഉയരയിലൂടെ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ഡോക്ടർ ജോൺസൺ ജോസഫ് CST, അസോസിയേറ്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി ഫ്രം KE കോളേജ് മാന്നാനം. അച്ഛാ, നമ്മൾ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കുള്ളൊരു സംശയമാണ്, പല സമയങ്ങളിൽ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ വാല്യൂസ് കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്നുള്ളതൊക്കെ അച്ഛൻ പറഞ്ഞു. അവരുടെ ആ ഒരു ഗ്രോത്ത് നടക്കുന്ന ടൈമിൽ ആൻഡ് ഈ ഗ്രോത്ത് കഴിഞ്ഞ് ഒരു ടൈം ആകുമ്പോൾ പേരൻസ് നമ്മളിൽ നിന്ന് മനഃപൂർവ്വമായിട്ടോ അറിഞ്ഞോ അറിയാതോ വിട്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു കുട്ടിയുടെ POV അനുസരിച്ച് പറയുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ സമയത്ത് ഇൻഡിപെൻഡൻസ് വേണം. ഇത്രയും നാളും ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കീഴിലാണ്, നീ എനിക്ക് എൻ്റെ സ്വന്തം തീരുമാനം, മൈ ലൈഫ് മൈ റൂൾസ് എന്നുള്ളൊരു സാധനത്തിൽ പോകും. ഈ അച്ഛൻ മകൻ ബന്ധങ്ങളൊക്കെ നമ്മൾ വാഴ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനും മകനും തമ്മിൽ മിണ്ടില്ല, അല്ലെങ്കിൽ ഒരു ഹഗ്ഗില്ല, തുറന്നു പറച്ചിലുകളില്ല. അപ്പം അവൻ ഇനി അവൻ്റെ തീരുമാനങ്ങളല്ലേ എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പേരൻറ്റിങ്ങിന് ഒരു എൻഡിങ് വരുന്നുണ്ടോ? അതാണ് എൻ്റെ ഒരു സംശയം. അപ്പം അങ്ങനെ ഒരു വിരാമം കുറിക്കണോ, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു അവസ്ഥ വേണ്ടി വരുന്നുണ്ടോ? ഈ ചോദ്യം തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മെ കേൾക്കുന്ന എല്ലാ അഡോളസൻ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയും ചോദ്യമായിരിക്കാം, ഇതെപ്പോൾ അവസാനിക്കും എന്ന് ഞാനൊരു പൂർണ്ണ മനുഷ്യനായി മാറും, നിങ്ങൾ എന്നെ അംഗീകരിക്കും എന്നുള്ള ചോദ്യം.
ശരിക്കും പാരൻറ്റിങ്ങിന് ഒരു എൻഡിങ് ഇല്ല. അതിനർത്ഥം പാരൻറ്റിങ് എപ്പോഴും എല്ലാ സമയത്തും ഒരുപോലെയാണോ? അല്ല. ഇതൊരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ മുതൽ മരിക്കുമ്പോൾ വരെ അവൻ വ്യത്യസ്ത സ്റ്റേജുകളിൽ കടന്നു പോകുന്നത് പോലെ തന്നെ പേരൻസും അവരുടെ രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്കറിയാം, നമ്മൾ ഒരു ചെടി നടുകയാണെങ്കിൽ ആദ്യമേ അതിന് ചുറ്റും ചെറിയ വേലിയൊക്കെ നമ്മൾ വെക്കും, മറ്റു മൃഗങ്ങളൊന്നും അത് നശിപ്പിക്കാതിരിക്കാനോ മനുഷ്യൻ നശിപ്പിക്കാതിരിക്കണം. പക്ഷേ എപ്പോഴും വേലി ഇവിടെ ഉണ്ടാകുമോ? ഇല്ല. അത് പതുക്കെ വളർന്നു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മളതിനെ മാറ്റിക്കളയും, തനിച്ച് നിൽക്കാറാകുമ്പോൾ. അതുപോലെ തന്നെയാണ് തനിച്ച് നിൽക്കാറാകുന്നത്. എപ്പോഴാണ് ഈ തനിച്ച് നിൽക്കുക? അപ്പോൾ അതിൽ ഒരുപക്ഷെ നമ്മൾ യൂറോപ്യൻ സൊസൈറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ തനിച്ച് നിൽക്കൽ ഒരുപക്ഷെ ഒരു 10ാം ക്ലാസ് കഴിയുന്നൊരു കുട്ടി വേണമെങ്കിൽ പിന്നീട് മാതാപിതാക്കളൊക്കെ ബൈ പറഞ്ഞ് അവർ തനിച്ച് ഒരു ജോലി ചെയ്ത് പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിച്ച് അവർ വേറൊരു വീട്ടിൽ പോയി അവരുടേതായ രീതി താമസിച്ചോ ഒക്കെ ജീവിക്കുമായിരിക്കാം. നമ്മുടെ കുറച്ചുകൂടെ ഒരു ഫാമിലി സിസ്റ്റം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്, കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ പല കുടുംബങ്ങളിലും മാരേജ് കഴിഞ്ഞിട്ട് പോലും മാതാപിതാക്കളുടെ കൂടെ തന്നെ താമസിച്ച് ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം പോലെയൊക്കെ നമ്മുടെ നാട്ടിൽ മുമ്പോട്ട് പോകുന്ന കൾച്ചറാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്നത് നല്ലത് ഇന്നത് മോശമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇൻഡിപെൻഡൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി നമുക്കറിയാം ഒരു യൂത്ത് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവൻ്റെ അല്ലെങ്കിൽ നമുക്ക് ലീഗലി മച്യൂർ ആകുന്ന അവസ്ഥ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇമോഷണലി മച്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ എന്നൊന്നും പറയാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഓരോ കുടുംബത്തിലെയും ഓരോ വ്യക്തിയുടെയൊക്കെ വ്യത്യസ്തത കൂടെ അവിടെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എങ്കിലും അവന് ഒരുപക്ഷെ ഒരു യുവാവിന് അവന് ആവശ്യമുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് അനുവദിക്കുക എന്നുള്ളതുണ്ട്. അതായത് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പം അപ്പോഴും ഈ പറയുന്ന ഇവൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. പലപ്പോഴും ഒരു സൈക്കിൾ പഠിപ്പിക്കുന്ന പോലെയൊക്കെയാണ്, സൈക്കിൾ കയറിയിരുന്ന പാടെ ആരും സൈക്കിൾ ഓടിക്കുന്നില്ലല്ലോ, പലപ്പോഴും വീഴുമായിരിക്കാം. അപ്പോൾ ശ്രദ്ധയോടെ ഒരു സപ്പോർട്ട് പുറകിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ പേരൻസ് ആദ്യം ഇവനെ വെച്ചുകൊണ്ട് സൈക്കിൾ ഓടിച്ചെങ്കിൽ പിന്നീട് ഇവനെ കയറ്റി അവൻ ഓടിക്കുന്ന അവസ്ഥയിലും പുറകിലൊരു പിടുത്തമുണ്ട്. ഈ പിടുത്തം തീർച്ചയായിട്ടും പാരൻറ്റിങ്ങിൽ വേണ്ടത് തന്നെയാണ്. അപ്പോൾ തനിച്ചവൻ ഓടുന്ന ഒരു അവസ്ഥ വരെ ആ രീതിയിൽ ഫോളോ ചെയ്യുമായിരിക്കാം. അപ്പം ജീവിതത്തിൽ നമുക്ക് എന്ന് കരുതി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു പാരൻറ്റിനേക്കാൾ അപ്പുറമായിട്ട് പലപ്പോഴും തെറ്റുകളോട് കൂടി കുട്ടി പഠിക്കട്ടെ, അവനെ തനിച്ച് വിടുക. അപ്പോഴും ജാഗ്രതയോടെ ഒബ്സർവേഷൻ വേണം. അവൻ തെറ്റിലൂടെ പഠിക്കുക, പക്ഷേ അവൻ തെറ്റ് വലിയൊരു ആപത്തിലേക്ക് പോകാതെ കൂടി നോക്കണം. ഞാനിതെല്ലാം പറയാൻ കാരണം ഇന്ന് ഈ ഡ്രഗ്സിൻ്റെയും അതുപോലെയുള്ള മറ്റു ചില ആൻറ്റി സോഷ്യൽ അവസ്ഥകളിലൂടെയൊക്കെ പോകുന്ന കുട്ടികൾ ഒത്തിരി വർദ്ധിച്ചു വരികയാണ്. ഞാൻ പ്രായപൂർത്തിയായി ഒരു കോളേജിലേക്ക് വരുമ്പോഴേക്ക് എന്നെ ഫ്രീ ആയി വിട്ടേര് എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ശ്രദ്ധ പാരൻസ് വേണം. പക്ഷേ അത് കുറച്ചുകൂടിയൊക്കെ അവന് അനുവദിക്കാൻ പറ്റുന്ന ഫ്രീഡം അനുവദിച്ചുകൊണ്ട് തന്നെ ആകണം വേണ്ടത്. ഞാനിങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുമായിരുന്നേ. അതായത് ഇപ്പം നമ്മൾ തെറ്റുകൾ ഉണ്ടായതിനു ശേഷം തിരിച്ചിങ്ങനെ പറ്റി എന്ന് പറഞ്ഞങ്ങോട്ട് ചെല്ലുമ്പം അവരവിടെ ഉണ്ടാവണം എന്നുള്ളത് ആണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ പഴക്കം കിട്ടും അടി കിട്ടും എന്നുള്ളത് പണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മുതിർന്നു കഴിയുമ്പം അപ്പനും അമ്മയും കൂടെ നിൽക്കുമോ എന്നുള്ളൊരു അപ്പം അപ്പനും അമ്മയും കൂടെ നിൽക്കും എന്നുള്ളൊരു ഉറപ്പ്. അതെ, ഈ അപ്പനും അമ്മ എന്നുള്ളൊരു വാല്യൂ സിസ്റ്റം കൂടി ആയിരിക്കണം. അപ്പം ഒരിക്കലും അവരോടുള്ള ഒരു പ്രതിഷേധമല്ല ജീവിതം, അവരോടുള്ള ഒരു കോൺഫ്ലിക്റ്റ് യുദ്ധമോ ഒന്നും അല്ല. അവരൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെനിക്കൊരു ബേഡനായി മാറുന്നില്ല. ഓക്കെ. അപ്പം എന്തായാലും ഒരു പേരൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യം ഇപ്പം നമ്മൾ പല ഡയമെൻഷൻസിലും, ഒരു ഡയമെൻഷനല്ല പല ഡയമെൻഷനിലും ഒരു പേരൻറ്റ് എന്താണ്, പേരൻറ്റിങ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. അപ്പോൾ എന്തായാലും അച്ഛാ താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയൊരു ടോപ്പിക്ക് തന്നെ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ലേറ്റസ്റ്റ് വന്നിട്ടുള്ള റിപ്പോർട്ട്സ് അതൊക്കെ അനുസരിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോ, താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. സർഗക്ഷേത്രയ്ക്കും ജോയ്ക്ക് ഞാൻ നേരുകയാണ്. നല്ലൊരു ലോകത്തെ പടുത്തുയർത്താൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പരിശ്രമിക്കാം. അത് ആരംഭിക്കുക കുടുംബത്തിലാണ്. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ശില. അതിൽ നമുക്ക് നല്ലൊരു സമൂഹം പടുത്തുയർത്താൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. 89.6 FM സർഗക്ഷേത്ര.